എല്ലാത്തിനും A+ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കേണ്ട. A+ ഇല്ലാത്ത ആളുകൾ ഇന്ന് ലോകത്തെ അറിയപ്പെടുന്ന വലിയ മഹാന്മാരായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് A+ലല്ല കാര്യം, നമ്മുടെ പ്രവൃത്തിയിലാണ് കാര്യം. എവിടെ പഠിക്കണം, എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആശങ്ക ഉണ്ടാകും. ഇപ്പോൾ +2 SSLCയും കഴിഞ്ഞ് നിൽക്കുകയാണ്. രക്ഷിതാക്കൾക്ക് പല കോഴ്സുകളുള്ളതിൻ്റെ പേരിൽ എൻ്റെ കുട്ടി ഏത് നിലക്കെത്തണമെന്നുള്ള ഒരു ആശങ്ക ഉണ്ടാകും. ആ ആശങ്കയ്ക്ക് പരിഹാരമുണ്ട്. പത്താം ക്ലാസ്സിൻ്റെ ഫലം വന്നു കഴിഞ്ഞു. 21-ാം തീയതി +2വിൻ്റെ ഫലം വരും. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കയിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന സമൂലമായ മാറ്റം, അതിനോടൊപ്പം എങ്ങനെ മുന്നേറാനാകും എന്നുള്ള ആശങ്കയിലാണ്. അതോടൊപ്പം തന്നെ ഉന്നത വിജയം നേടുന്നവർക്ക് മാത്രമേ ഇനി മുമ്പോട്ട് പോകാൻ കഴിയൂ, അതല്ലെങ്കിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വരൂ എന്നുള്ള ഒരു മിഥ്യാധാരണ പല ആളുകൾക്കുമുണ്ട്. എന്നാൽ പരീക്ഷാ പേപ്പറിൻ്റെയോ അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെയോ അടിസ്ഥാനത്തിലല്ല കുട്ടികളുടെ കഴിവുകൾ തീരുമാനിക്കുന്നതും അവർക്ക് അവസരം ലഭിക്കുന്നതും. പ്രധാനമായിട്ടും കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡിമാൻഡുള്ള കോഴ്സ് എന്നൊക്കെ അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും കരിയർ കൗൺസിലേഴ്സിനെ സമീപിക്കാറുണ്ട്. എന്നാൽ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് എല്ലായ്പ്പോഴും കുട്ടിയുടെ അഭിരുചി, സ്കില്ല്, കുടുംബത്തിൻ്റെ സാമ്പത്തിക പശ്ചാത്തലം, തൊഴിൽ സാധ്യതകൾ ഇതെല്ലാം മുൻനിർത്തിയായിരിക്കണം. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പരസ്യങ്ങളിൽ വീണു പോകുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഓരോ കുട്ടിയും തൻ്റെ കഴിവും കഴിവില്ലായ്മയും തിരിച്ചറിയുകയും ആ കഴിവിനനുസരിച്ചുള്ള ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുകയും ചെയ്താൽ അവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. മറ്റൊരു കാര്യം കൂടി, മാർക്ക് ലിസ്റ്റിലല്ല നമ്മളുടെ കോമ്പിറ്റൻസി, അതായത് ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരിക്കലും അവരുടെ മാർക്ക് ലിസ്റ്റ് അല്ല പരിഗണിക്കുന്നത്. മാർക്ക് ലിസ്റ്റ് ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ ആ റിട്ടൺ ടെസ്റ്റിൽ പങ്കെടുക്കാനുള്ള ഒരു എലിജിബിലിറ്റി മാത്രമാണ്. അതല്ലെങ്കിൽ ഒരു എൻട്രി ടിക്കറ്റിൻ്റെ ഫലം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. എന്നാൽ ആ ഇൻ്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കുട്ടിക്ക് അവസരം ലഭിക്കുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് കോഴ്സ് തിരഞ്ഞെടുക്കുക. ഇപ്പോൾ +2വിന് പോകുന്ന കുട്ടികൾ +2വിൻ്റെ ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കേണ്ടത് എപ്പോഴും അവൻ്റെ ഹയർ സ്റ്റഡീസിനെ മുൻനിർത്തിയായിരിക്കണം. ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഉള്ള +2 ബാച്ചാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതേസമയം കൊമേഴ്സ് സ്ട്രീമിലേക്ക് പോകുന്ന ആളുകൾക്ക് ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുത്താലും അവൻ്റെ ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് കൊമേഴ്സ് സ്ട്രീമിലേക്ക് പോകാൻ നമുക്ക് കഴിയും. പലപ്പോഴും പല കുട്ടികളും +2വിന് ശേഷമാണ് എനിക്ക് എൻജിനീയറിങ്ങിനാണ് പോകേണ്ടിയിരുന്നത്, അപ്പോഴേക്കും അവൻ്റെ അതിനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. എന്നാൽ ഒരു ഓൾട്ടർനേറ്റീവ് വേ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ പോളിടെക്നിക്കുകളിൽ +2വിൻ്റെ മാർക്കല്ല പരിഗണിക്കുന്നത്, 10ാം ക്ലാസ് മാർക്കാണ്. അങ്ങനെയാണെങ്കിലും അവൻ്റെ എൻജിനീയറിംഗ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും. +2വിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോളിടെക്നിക്കിൽ അഡ്മിഷൻ നേടുകയും അതിനുശേഷം 3 വർഷത്തെ പഠനത്തിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി നമുക്ക് ബിടെക്കിന് പോവുകയും ചെയ്യാൻ കഴിയുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഓൾട്ടർനേറ്റീവ് വേ, നമ്മളൊരു അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ സംഭവിച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഒരു ഓൾട്ടർനേറ്റീവ് വേയിലൂടെ തന്നെ നമുക്ക് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, എഞ്ചിനീയറിങ്ങിന് പോകാൻ ആഗ്രഹിക്കുന്ന ആളിന് ആഗ്രഹിച്ച രീതിയിൽ +2 സയൻസ് ബാച്ച് കിട്ടിയില്ല, നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് +2വിന് ശേഷം 10ാം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് പോളിടെക്നിക്കുകളിൽ അഡ്മിഷൻ നടക്കുന്നത്. അവിടെ നിന്ന് ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിൻ്റെ 3 ഇയർ ഡിപ്ലോമ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലാറ്ററൽ എൻട്രി വഴി നമുക്ക് എഞ്ചിനീയറിംഗിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബിടെക്കിന് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് നിരാശപ്പെടേണ്ടതില്ല. മറിച്ച് MCA സ്ട്രീമിലൂടെ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലൂടെ നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഇന്ന് ഏറെ തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. ഇപ്പോൾ കൊമേഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് CA, CWA, കമ്പനി സെക്രട്ടറിഷിപ്പ് പോലുള്ള കോഴ്സുകൾ, ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും മികച്ച പ്രൊഫഷണൽ ഡിഗ്രിയാണ് CA, CWA ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ്. ഇതുപോലുള്ള നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ ഉണ്ടാകുക. അതേപോലെ തന്നെ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കമ്പ്യൂട്ടർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന അതിവേഗമുള്ള മാറ്റങ്ങൾ, സ്വാഭാവികമായിട്ടും പല കുട്ടികളും നമ്മളോട് ചോദിക്കാറുണ്ട് ഡാറ്റാ സയൻസ് അതല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സുകളെക്കുറിച്ച്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സെക്കൻഡറി ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. ആദ്യം അതിൻ്റെ ബേസിക് കോഴ്സ് അതല്ലെങ്കിൽ കോർ സബ്ജക്റ്റിൽ നിങ്ങൾ ഒരു ബിരുദം നേടുകയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷമാണ് നിങ്ങൾ സ്പെഷ്യലൈസേഷനിലേക്ക് പോകേണ്ടത്. അതുപോലെ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള മേഖലയാണ് ഹെൽത്ത് കെയർ
പാരാമെഡിക്കൽ കോഴ്സുകൾ അല്ലെങ്കിൽ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ധാരാളം പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അത് സ്വകാര്യ മേഖലയിലും ഗവൺമെൻറ് സെക്ടറിലും ധാരാളം തൊഴിലവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകളും അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളും ലഭ്യമാണ്. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഫാർമസി, കാർഡിയോ തൊറാസിക്, BSc നഴ്സിംഗ്, BSc ഒപ്റ്റോമെട്രി, BSc ഫിസിയോതെറാപ്പി, നിരവധി കോഴ്സുകൾ. ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലെ ഒരുപാട് അവസരങ്ങളുണ്ട്. സ്വദേശത്തും വിദേശത്തും ധാരാളം തൊഴിലവസരങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ നമ്മളിത് തിരഞ്ഞെടുക്കുന്നതിൽ പലപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻ ബോഡിയുടെ അംഗീകാരമുണ്ടോ എന്നുള്ള കാര്യം പലരും നോക്കാറില്ല. ഇപ്പോൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ചെയ്യുമ്പോൾ പാരാമെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോഴ്സുകൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് തൊഴിൽ സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ BASLP, ബാച്ചുലർ ഇൻ സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി എന്ന കോഴ്സ്, ഇത് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി കോഴ്സ്, അതല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ തെറാപ്പി കോഴ്സ്, ഈ കോഴ്സുകൾക്കെല്ലാം അംഗീകാരം നൽകുന്ന ഏജൻസിയാണ് റിഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഇതിൻ്റെ അംഗീകാരമുള്ള കോഴ്സുകൾ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ജോലി സാധ്യതയുള്ളൂ. അതേപോലെ ഫാർമസി കോഴ്സുകൾ പഠിക്കുമ്പോഴാണെങ്കിലും ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള കോഴ്സുകളാണ് പഠിക്കേണ്ടത്. നഴ്സിംഗ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള നഴ്സിംഗ് കോഴ്സുകളാണ് പഠിക്കേണ്ടത്. പരസ്യത്തിൽ മനം മയങ്ങി നമ്മൾ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സമയവും ധനവും നഷ്ടമാകുക എന്നതായിരിക്കും അതിൻ്റെ ആത്യന്തിക ഫലം. ഇത് ബിരുദം നേടിയിട്ടും ജോലിയില്ലാതെ നടക്കേണ്ടുന്ന അവസ്ഥയും ഉണ്ടാകും. അപ്പോൾ ആദ്യം മുതൽ, അതായത് +2 ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കുന്നത് മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്.